പരിശുദ്ധ റൂഹായിക്ക് സ്തുതി ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ദ ട്രൂ ഫെയ്ത്തിലേക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായ സ്വാഗതം. ഞാൻ യാക്കോബായ സഭയിലെ ഇട്ടൂപ്പ് ആലുക്കൽ കോർ എപ്പിസ്കോപ്പ്. സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്, ആ പരിപ്പ് ഈ വെള്ളത്തിലും വേകുകയില്ല സഹോദര. മലങ്കര ശബ്ദത്തിന് ഒരു മറുപടിയായിട്ടാണ് ഇത് പറയുന്നത്. ഞാൻ 2 ദിവസം മുമ്പ് ഒരു വീഡിയോ കണ്ടിരുന്നു. അതിനകത്ത് അദ്ദേഹം പറയുന്നത്, ഞങ്ങളുടെ ശ്രേഷ്ഠ കാതോലിക്ക അബൂന്മാർ ബസേലിയോസ് ജോസഫ് ബാവയെ പറ്റി വിമർശിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിക്കുകയാണ്. ശ്രേഷ്ഠ ബാവ ഡൽഹി ഭദ്രാസനത്തിലെ ഒരു യോഗത്തിൽ സംബന്ധിച്ചപ്പോൾ IOC സഭയിലെ ഒരു വന്യ കോറോപ്പിസ്കോപ്പായി ഒരു ബഹുമാനപ്പെട്ട അച്ഛനും അതിൽ സംബന്ധിച്ചിരുന്നു. ആ സ്വീകരണ യോഗത്തിൽ അത് മലങ്കര ശബ്ദത്തിൽ പറഞ്ഞ ആ സഹോദരന് സഹിച്ചില്ല. അദ്ദേഹം ഒരുപാട് വിമർശനങ്ങൾ ബാവയെ പറ്റി എന്ന് പറയുകയാണ്. ബാവ സ്വീകരണ യോഗത്തിൽ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു, കോർ എപ്പിസ്കോപ്പായും അച്ഛനും ഇതിൽ സംബന്ധിച്ചത് കൊണ്ട് മാധ്യമങ്ങളിൽ കൂടി വഴക്ക് കേൾക്കേണ്ടി വരും എന്ന് ബാവ കൽപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. അദ്ദേഹം ശ്രേഷ്ഠ ബാവാക്ക് ഇങ്ങനെ സ്വീകരണങ്ങൾ ഒത്തിരി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, സ്വദേശത്തും വിദേശത്തൊക്കെ ആയിട്ട്. ഇത്രയും സ്വീകരണങ്ങളൊന്നും അവരുടെ കാതോലിക്ക ബാവയ്ക്ക് കിട്ടിയിട്ടില്ല. അതൊരു സത്യമാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രാഭവം കണ്ട് പലരും അസൂയപ്പെടുന്നുണ്ട്. അതിലൊരു അസൂയാണിത്. അദ്ദേഹം പറയുന്നത്, ഈ കോറോപ്പിസ്കോപ്പായും അച്ഛനെ ഇതിൽ സംബന്ധിച്ചത് അവരുടെ മാന്യത കൊണ്ടും ഉന്നത കുടുംബത്തിൽ ജനിച്ചത് കൊണ്ടുമാണെന്ന്. വാസ്തവത്തിൽ അവരെ കളിയാക്കി പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് മനസ്സിലാവും. ഇവർ രണ്ടുപേരും ഉന്നത കുടുംബത്തിൽ ജനിച്ചു, ബാക്കിയുള്ളവരൊന്നും ആ കുടുംബത്തിലല്ല ജനിച്ചത് എന്ന് വ്യക്തമായി സഹോദര പറയുകയാണോ? അവരൊന്ന് കളിയാക്കാൻ കിട്ടിയ സന്ദർഭം, അവർ പോയത് അദ്ദേഹത്തിന് ഇഷ്ടമായില്ലല്ലോ. ആ കളിയാക്കാൻ കിട്ടിയ സന്ദർഭം ഒന്ന് ശരിക്കും വിനിയോഗിക്കുകയാണ്. പിന്നെ ബാവ അവരോട് പെരുമാറുന്നത് വളരെ മോശമായിട്ടാണ്. ഇപ്പം സ്നേഹിതനാണ്, സഹോദരനാണെന്നൊക്കെ പറയും. എല്ലാവരും സ്നേഹിതന്മാരും സഹോദരന്മാരുമാണ്. പക്ഷെ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ഒരു വിട്ടുവീഴ്ചയില്ല സ്നേഹിത. അത് ഞങ്ങൾ പറയുക തന്നെ ചെയ്യും. ഞങ്ങളുടെ 10-60 പള്ളിയാൾ നിങ്ങൾ പിടിച്ചെടുത്തില്ലേ? ഇനിയും പിടിച്ചെടുത്താരെ. അപ്പോഴേക്കും കോടതി ഇടപെട്ടതുകൊണ്ടാണ്, ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇടപെട്ടതുകൊണ്ടാണ്. സഹോദര, താങ്കൾ പറഞ്ഞില്ലേ ശ്രേഷ്ഠൻ എന്ന് പറഞ്ഞത് കളിയാക്കണം. ശ്രേഷ്ഠനും ശ്രേഷ്ഠ എന്ന പദം വേദപുസ്തകത്തിലുണ്ട്. പിതാക്കന്മാരെ ബഹുമാനിക്കുവാനായിട്ട് ഒരു വിശേഷണ പദമായിട്ട് വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. താങ്കളത് കണ്ടാണോന്ന് എനിക്കറിയില്ല. അപ്പോൾ ശ്രേഷ്ഠൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളതിനെതിരൊന്നും പറയാൻ ഉദ്ദേശിക്കില്ല. ശ്രേഷ്ഠഭാവ എന്ന് പറയുന്നത് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനമാക്കി തന്നെയാണ്. ഞങ്ങൾ പരിശുദ്ധ പാത്രഗീസ് ഭാവ എന്ന് പറയും. അത് പരിശുദ്ധ പത്രോസിൻ്റെ സുഭാസനം അതിനെ ആസ്പദമാക്കിയാണ് പരിശുദ്ധ എന്ന പദം ഞങ്ങൾ ഉപയോഗിക്കുന്നത്. അതങ്ങനെ ഉപയോഗിക്കാതിരിക്കാൻ പറ്റൂല. നിങ്ങൾ പരിശുദ്ധ എന്ന പദം ഉപയോഗിക്കുന്ന എന്തൊരു സാരത്തിലാണ്? നിങ്ങൾക്ക് എന്ത് സുഭാസനമുള്ളത്?
1964 നിങ്ങളുടെ മുടക്കമൊക്കെ തീർത്ത് പരിശുദ്ധ യാക്കോബ് തൃതീയൻ മാർഗീസ് ബാബ തിരുവനന്തപുരം എഴുന്നള്ളി വന്ന് എല്ലാം മുടക്കം തീർത്ത് നിങ്ങളുടെ ഔവേൻ കാതോലിക്കായി വാഴിച്ചു തന്നതല്ലേ? ഞങ്ങൾക്ക് നിങ്ങളോട് സ്നേഹമില്ലെങ്കിൽ വിരോധമുണ്ടെങ്കിൽ അത് ചെയ്യുമോ? നിങ്ങൾ വേറെ പല കാരണങ്ങളും പറയും. കാരണങ്ങൾ എല്ലാവർക്കും പറയാം. പക്ഷെ സത്യവിശ്വാസം സംരക്ഷിക്കപ്പെടണം, അത് ഞങ്ങളുടെ ആഗ്രഹമാണ്. അങ്ങനെ 5-6 കൊല്ലം വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് പോയതല്ലേ. 70-71 വന്നപ്പോഴേക്കും നിങ്ങൾ തോമാശ്രീയായിക്ക് സിംഹാസനമുണ്ട്, ആ സിംഹാസനത്തിലാണ് നിങ്ങളുടെ ബാബ ആരൂഢനായിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് കൽപ്പന ഇറങ്ങി. അതിനു മുമ്പ് പരിശുദ്ധത പദവിയിരിക്കണം. എവിടെ ഈ തോമാശ്രീയായിക്ക് സിംഹാസനം ഈ ലോകത്ത് ആരും പറയുന്നില്ല. കർത്താവിൻ്റെ 2ാമത്തെ വരവിൽ 12 സിംഹാസനത്തിൽ നിന്ന് നിങ്ങൾ ന്യായവിധിക്ക് പറയുമ്പോൾ അത് ഭൗതികമായ ഒരു സിംഹാസനമല്ല. മധ്യാകാശത്തിൽ അഗ്നിത്തേരിൽ ഇറങ്ങി വരുന്ന കർത്താവിനോടൊപ്പം വായുവിൽ നിൽക്കുന്ന ഒരു 12 സിംഹാസനങ്ങൾ അവിടെ ഉണ്ടാകും. നിങ്ങൾ ന്യായവിധിച്ചൊന്നും അവിടെ പറയണല്ലേ. ന്യായവിധിക്കാൻ പറയട്ടെങ്കിലും ന്യായവിധിക്കണതൊക്കെ ബാലാകമാർ ഇറങ്ങിച്ചെന്നാ. ഈ 12 പേരെ ന്യായവിധിക്കാനുള്ളത് കർത്താവാണ്. അപ്പോൾ നിങ്ങൾ ന്യായവിധിക്കും 12 സിംഹാസനത്തിൽ ഇസ്രായേൽ ഗോത്രം 12 മുഴുവനും എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ആത്മീയ അർത്ഥം മനസ്സിലാക്കണം. ഭൗതികമായ ഒരു സിംഹാസനം ഇവിടെ പത്രോസിന് മാത്രമേ ഉള്ളൂ. പത്രോസിനാണ് ഈ പാറമേൽ സഭയെ പണിവെന്ന് പറഞ്ഞ് സഭയുടെ ദൃശ്യതലവനായി കർത്താവ് സഭയെ സ്ഥാപിച്ചു. ഞങ്ങളുടെ കാതോലിക്ക ബാവ കാനോനികമായ കാതോലിക്കയാണ്. നിങ്ങളുടെ ബാവയ്ക്ക് ഒരു കാനോനികമായ അധികാരങ്ങളോ അവകാശങ്ങളോ നിങ്ങൾക്ക് അവകാശപ്പെടാൻ സാധിക്കില്ല. മുടക്കപ്പെട്ടു പോയി. അന്ത്യോക്യ പരിശുദ്ധ പാത്രിയാർക്കീസിന് മാത്രമേ ഇന്ത്യയിലെ ഒരു കാതോലിക്കയെ വാഴിക്കാൻ അധികാരമുള്ളൂ. അതാണ് സാധുതയുള്ളത്. നിങ്ങൾ ആ നിക്കാ സുന്നോസിന് ഭാരത്തെ അവഗണിച്ച് ഇന്ത്യയിലൊരു സ്വതന്ത്ര സഭ 1912 മുടക്കപ്പെട്ട സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട അബ്ദുൽ ബിഷായെ കൊണ്ടുവന്ന് സ്ഥാപിച്ചു എന്ന് പറയുന്നു. പിന്നെ പല പേരുകൾ സഭയ്ക്ക് ഇട്ടു. നിങ്ങൾ അവസാനം ഇപ്പോൾ IOECയിൽ വന്ന് കാണും, ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ച്. നിങ്ങൾ പറയുന്ന മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ 12 വരെ ഇല്ല, നിങ്ങളുണ്ടാക്കിയെന്ന് മാത്രം. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ എന്നൊരു സഭ ഒരു സ്ഥലത്തുമില്ല. നിങ്ങൾ പാശ്ചാത്യ പൗരസ്ത്യ കാതോലിക്ക എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് എവിടെയാണ് പൗരസ്ത്യം? പാശ്ചാത്യം ഉണ്ടോ? വടക്കുണ്ടോ? തെക്കുണ്ടോ? എവിടെയെങ്കിലും നിങ്ങളുടെ ഒരു സഭയുണ്ടോ? നിങ്ങളുടെ സഭയുടെ ബ്രാഞ്ചുകൾ അവിടെ ഇവിടെ കേട്ടെന്ന് പറഞ്ഞുകൊണ്ടൊന്നും അത് കാതോലിക്കാവൂല. പൗരസ്ത്യ കാതോലിക്ക ഞാനാണ്, ഞാൻ തന്നെയാണ് എൻ്റെ തലവൻ, എനിക്ക് മുകളിൽ ആരുമില്ല എന്നൊക്കെ പറയുന്നതിൽ എന്താർത്ഥമുണ്ട്? പിന്നെ ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയുണ്ട്, റഷ്യൻ ഓർത്തഡോക്സ് സഭയുണ്ട്, മുതലായ ബൈസന്റിയൻ സഭകൾ ഓർത്തഡോക്സ് സഭകളായിട്ടുണ്ട്. അവർ നിങ്ങളെ വ്യവധീയമായിട്ട് കാണുന്ന അംഗീകരിക്കുന്നില്ല. അപ്പോൾ ശരിയായ കാനോനിക കാതോലിക്ക ഞങ്ങളുടെ ശ്രേഷ്ഠ ഭാവ തന്നെയാണ്. പിന്നെ നിങ്ങൾ ഒരു കാര്യം പറഞ്ഞു, അങ്ങ് ഞങ്ങളോട് എതിരിടാതെ 2017 വിധി അനുസരിച്ച് സഭകളിൽ സമാധാനം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുകയും പള്ളികളും സ്വത്തുക്കളും ഒക്കെ ഞങ്ങൾക്ക് വിട്ട് താട്ടേത്തുള്ള അർത്ഥത്തിൽ അങ്ങനെ പറയും. പറന്നുള്ളി പിടിച്ചെടുത്ത് ബാക്കിയുള്ളത് കൊടുക്കാനായി പറയണം. അങ്ങനെയെങ്കിൽ അങ്ങ് ചരിത്രത്തിലെ ഒരു സ്ഥാനം പിടിക്കുന്ന വ്യക്തിയായിട്ട് തീരും. അങ്ങ് എല്ലാവരും ബഹുമാനിക്കും, സ്നേഹിക്കും. അങ്ങനെ അങ്ങോട്ടായി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ കാതോലിക്ക സ്ഥാനം താനെ പോകും എന്നാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസം.
അപ്പം അങ്ങേക്ക് വലിയ ബഹുമതി കിട്ടും തിരുമേനി എന്നൊക്കെ പറഞ്ഞ് വലിയ സോപ്പിടലാണ് കാണുന്നത്. അങ്ങനെ സഭയെ രക്ഷിക്കുക, സമാധാനം ഉണ്ടാക്കാൻ നോക്ക്. സഹോദര, ആ പരിപ്പ് ഈ വെള്ളത്തിൽ വേകുകയില്ല. നമുക്ക് മനസ്സിലാക്കിക്കൊണ്ടിരുന്നത് ഒരിക്കലും നടക്കാത്ത കാര്യമാണത്. നിങ്ങൾ വേറെ വിശ്വാസവും വേറെ ആചാരവും എടുത്ത് നിങ്ങൾ കോടതിയിൽ അഫിഡാവിറ്റ് കൊടുത്തു കഴിഞ്ഞു. അതിനെപ്പറ്റി ഒരു തീരുമാനം ഹൈക്കോടതി എടുത്തിട്ടല്ലേ ഇതുവരെ. ഹൈക്കോടതി തീരുമാനം എടുത്ത് സുപ്രീം കോടതി അറിയിക്കണം. ഈ 2017 വിധിയൊക്കെ ഇപ്പം നിലനിൽക്കുന്നില്ല. നിലനിൽക്കുന്നുണ്ട് കോടതി പറഞ്ഞാലും ഒരർത്ഥത്തിൽ നിലനിൽക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നത്. കാരണം 2025 ജനുവരി 31 ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധി അനുസരിച്ച് 2017 കോടതി വിധിയുടെ ചില ക്ലോസുകൾ നീതിക്ക് നിരക്കുന്നതാണോ എന്ന് അന്വേഷിക്കാനും മറ്റുമായിട്ട് ഒരു 5-6 ക്ലോസുകൾ സുപ്രീം കോടതി ഹൈക്കോടതിയെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഹൈക്കോടതി ഒരു തീരുമാനമെടുത്ത് സുപ്രീം കോടതിയെ അറിയിച്ച് സുപ്രീം കോടതി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഒരു വിധി പറയട്ടെ, അതുവരെ ക്ഷമിക്കുകയാണ്. എന്തിനാ ഈ കോലാഹലങ്ങൾ? ഓരോ ദിവസം ചെല്ലുന്നവരും നിങ്ങൾക്ക് പിന്തുണ കുറഞ്ഞു വരുമ്പോൾ നിങ്ങൾ ആകെ കിടന്ന് അപ്രാളപ്പെടാനും അതിൻ്റെ കുറ്റം മുഴുവൻ ശേഷം ഭാവയിലേക്ക് ചുമത്താനാണ് നിങ്ങളുടെ പരിപാടി. അതിവിടെ ഒന്നും വിജയിക്കില്ല. നിങ്ങളുടെ ഭാവ അമേരിക്കയിൽ പോയപ്പോൾ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, ഞങ്ങൾ ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭകളിലെ അംഗമാണെന്നൊക്കെയാണ്. നിങ്ങളൊരു ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭയിൽ അംഗമല്ല, ആയിരുന്നു. നിത്യാസുന്നത തീരുമാനങ്ങളെ നിങ്ങൾ എതിർത്തപ്പോഴും നിങ്ങൾ സ്വയമേ ഔട്ടായി, പുറത്തായി. സിറിയക് ഓർത്തഡോക്സ് സഭ, കോപ്റ്റിക് ഓർത്തഡോക്സ് സഭ, അർമീനിയൻ ഓർത്തഡോക്സ് സഭ, ഈ സഭകളല്ലാതെ ഈ ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭയിൽ ഇപ്പോൾ ആരും അംഗങ്ങളല്ല. എത്യോപ്യൻ എരിത്രിയനൊക്കെ ആദ്യം ആയിരുന്നു. അതിൻ്റെ കാരണങ്ങൾ പിന്നാലെ പറയാം. അതൊന്നും ചിലവാവില്ല. പിന്നെ ഓട്ടോസിഫാലസ് അത് എവിടുന്ന് കിട്ടിയത് നമുക്കറിയാലോ. അത് 1956-50 കാലഘട്ടങ്ങളിൽ എൻ്റെ ഓർമ്മ എങ്ങനെയാണ്, വലിയ വ്യത്യാസമൊന്നും വരില്ല. നിങ്ങളുടെ പൗലോസ്മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്ത അൽമായക്കാരനെ ഇരിക്കുമ്പോൾ അന്ത്യോക്യയിലെ പരിശുദ്ധ പാത്രീസോബായുടെ കൽപ്പന മൂലം എത്യോപ്യയിൽ ചെന്ന് ഹെയ്ലി സലാസി ചക്രവർത്തിയെ കണ്ട് ഒരു നല്ല ബന്ധമുണ്ടാക്കി അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായിട്ടൊക്കെ പ്രവർത്തിച്ചു എന്നും പറയുന്നു. ഈ പിന്നീടാണ് മെത്രാനായത്. ഈ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി വളരെ ദൈവശാസ്ത്രജ്ഞനാണ്, ലോകം മുഴുവൻ അറിയുന്ന ആളാണ്. അതൊക്കെ ഞങ്ങൾ സമ്മതിക്കുകയാണ്. ഒത്തിരി ഡിഗ്രികൾ, ഒത്തിരി ഡോക്ടറേറ്റുകൾ പലവിധ യൂണിവേഴ്സിറ്റികളിൽ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം അവിടെ 2-3 കൊല്ലമായിരുന്നപ്പോഴേ അവിടെ വെച്ചാണ് ഈ ഓട്ടോസിഫാലസ് എന്ന ആ ഒരു വിശേഷണവും അദ്ദേഹത്തിന് മനസ്സിലേക്ക് വരുത്തുന്നത്. കാരണം എത്യോപ്യ സഭയും എരിത്രിയൻ സഭയും തിരിഞ്ഞു കാണും. എത്യോപ്യ സഭ എരിത്രിയൻ സഭയെ തിരിച്ച് അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തു, സ്വതന്ത്ര സഭയായി. അതാണ് സ്വയം ശീർഷകത്വം കൊടുത്തു. എത്യോപ്യ സഭ അത് സ്വീകരിക്കണം. എത്യോപ്യ സഭയും എരിത്രിയൻ സഭയും ഈ സ്വയം ശീർഷകത്വം അംഗീകരിച്ചുകൊണ്ട് എരിത്രിയന് കൊടുത്ത എത്യോപ്യൻ സഭയാണ്. അതുകൊണ്ട് ഈ 2 സഭകളെയും ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭയിൽ പുറത്താക്കി. അപ്പോൾ ഓട്ടോസിഫാലസി അവിടെ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വരുന്നത്. 59 അദ്ദേഹം തിരിച്ചു അപ്പോഴേക്കും ഇവിടെ ഭരണഘടനയും കാര്യങ്ങളൊക്കെ ആയി. പക്ഷെ എവിടെയെങ്കിലും തിരികെ കയറ്റാൻ നോക്കിയിട്ട് പറ്റിയില്ല. എങ്കിലും ഇപ്പോഴും അവരുടെ കാതോലിക്കന്മാരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഓട്ടോസിഫാലസ് ചർച്ചാണ്, സ്വയം ശീർഷകത്വമുള്ള സഭയാണ് എന്നൊക്കെ അവർ പറയുന്നു.
അതിലൊന്നൊരു കാര്യമില്ല. അങ്ങനെയാണ് ഈ സ്വയം ശീർഷകത്വം എന്നുള്ള ആ വിശേഷണ പദം ഓർത്തഡോക്സ് സഭയ്ക്ക് കിട്ടിയത്. ആ ഇടയ്ക്ക് കുറച്ചു കൊല്ലം മുമ്പ് നിങ്ങളുടെ സഭയിലെ CC ചെറിയാനച്ചൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, പരിശുദ്ധ അന്തോക്യ പാത്രിയർക്കീസിൻ്റെ കീഴിലുള്ള മഫ്രിയാനെയാണ് അല്ലെങ്കിൽ കാതോലിക്കയാണ് ഇവിടുത്തെ കാതോലിക്കാന്ന്. നിങ്ങളത് അംഗീകരിക്കണില്ലല്ലോ. അപ്പം നിങ്ങളുടെ സഭയിലെ പലരും നിങ്ങൾക്കെതിരാണ്. പുറമേ പറയാൻ ചിലർക്ക് ധൈര്യമുണ്ട്, ചിലർ പറയുന്നില്ല. അതിനൊരു ഉദാഹരണമാണ് ഡൽഹി ഭദ്രാസനത്തിൽ ഞങ്ങളുടെ ബാവാഴി സ്വീകരണ യോഗത്തിൽ ഈ വന്യ കോറോപ്പിസ്കോപ്പ് അച്ഛനും ബഹുമാനപ്പെട്ട ഒരു അച്ഛനോടൊന്ന് സംബന്ധിച്ചു. അത് തന്നെയെങ്കിലും മനസ്സിലാക്കി. അവരെ കളിയാക്കാനും ഞങ്ങളുടെ ബാവായെ കുറ്റം പറയാനും ഒരു സന്ദർഭമായിട്ട് ഇത് രൂപീകരിച്ചത് വളരെ കഷ്ടമായിപ്പോയി. വളരെ ത്യാഗങ്ങൾ ഞങ്ങളെപ്പോഴും സഹിക്കണം. നിങ്ങൾ 60 പള്ളി പിടിച്ചിട്ട് എത്ര ആളെ കിട്ടി? 2017 കോടതി എന്ന് പറഞ്ഞ് നിൽക്കാതെ 2025 ജനുവരി 31 കോടതി വിധി അനുസരിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇതിലൊരു തീരുമാനമെടുത്ത് സുപ്രീം കോടതി അറിയിക്കട്ടെ. സുപ്രീം കോടതി അതിലൊരു ജഡ്ജിമെൻറ്റ് പുറപ്പെടുവിക്കട്ടെ. നിങ്ങൾക്കെല്ലാം തരണമെന്ന് പറഞ്ഞാൽ തരും. ഞങ്ങൾ വേറെ വള്ളി ഉണ്ടാക്കുന്നവരെ കൂടെ കൂടില്ല, അതൊരിക്കലും പ്രതീക്ഷിക്കണ്ട. ഞാൻ ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ശ്രേഷ്ഠഭാവായെ സോപ്പിട്ട് പൊക്കി പിടിച്ചിട്ട് അതികുറ്റം പറഞ്ഞു, അനന്താഴ്ത്തി ശ്രേഷ്ഠ എന്ന് വരെ അവമാനിച്ചു. പിന്നെ പറയാണ് അങ്ങ് തിരുമേനിയുടെ ആ കാലത്ത് തന്നെ സഭയിൽ സമാധാനം ഉണ്ടാകട്ടെ, അങ്ങനെ ചരിത്രത്തിലെ വലിയ വ്യക്തിയായിട്ട് തീരും, അങ്ങനെ എല്ലാവരും ബഹുമാനിക്കും, സ്നേഹിക്കും, ഞങ്ങൾക്കുള്ള സ്നേഹം ബഹുമാനമൊക്കെ വർദ്ധിക്കുകയുള്ളൂ. അതുകൊണ്ട് തിരുമേനി അതിനെ സംബന്ധിച്ച് അങ്ങനെ വരാൻ സാധിക്കട്ടെ എന്നൊക്കെ പറഞ്ഞാണ് അത് അവസാനിപ്പിക്കുന്നത്. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ഒരിക്കലും ആ പരിപ്പ് ഈ വെള്ളത്തിൽ വേഗില്ല സഹോദര. ഞാൻ അവസാനിപ്പിക്കും. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.